നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് മോചനം. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് 9 ദിവസങ്ങൾക്ക് ശേഷം ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് ബിലാസ്പൂർ NIA കോടതി. 2 ആൾ ജാമ്യത്തിന് പുറമെ 50,000 രൂപ കെട്ടിവയ്ക്കണം. പാസ്പോർട്ടും ഹാജരാക്കണം. മോചനത്തിൽ സന്തോഷം പങ്കുവച്ച് കന്യാസ്ത്രീകളുടെ കുടുംബാംഗങ്ങളും സഭാ നേതൃത്വവും. വാക്പോരുമായി പ്രതിപക്ഷ MPമാരും BJP. റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും എണ്ണ വാങ്ങുമെന്ന് ഇന്ത്യ. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം തള്ളി കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീരിലെ കുൽഗാമിൽ ഏറ്റുമുട്ടൽ. കൊടും ഭീകരനെ സൈന്യം വധിച്ചു. UAEയുടെ സ്വപ്ന പദ്ധതിയായ എത്തിഹാദ് റെയിൽ സർവീസ് യാഥാർത്ഥ്യമാകുന്നു. പദ്ധതിയുടെ പുരോഗതി നേരിട്ട് വിലയിരുത്തി ദുബായ് ഭരണാധികാരി ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും. സാഹിത്യ നിരൂപകനും എഴുത്തുകാരനുമായ പ്രൊഫസർ MK സാനു അന്തരിച്ചു. 98 വയസ്സായിരുന്നു. അന്ത്യം അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. സംസ്കാരം നാളെ വൈകിട്ട് 5-ന് രവിപുരം ശ്മശാനത്തിൽ. വിടവാങ്ങിയത് സാഹിത്യലോകത്തെ ബഹുമുഖ പ്രതിഭ. അനുശോചിച്ച് സാഹിത്യലോകം. മലയാള സിനിമയ്ക്ക് സമഗ്ര നയത്തിനുള്ള കോൺക്ലേവിന് തലസ്ഥാനത്ത് തുടക്കം. കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള തൊഴിൽ ചൂഷണത്തിന് എതിരെ നിയമ നടപടി വേണമെന്ന് കരട് രേഖ. സിനിമയിലെ അമിതമായ വയലൻസ് തെറ്റായ സന്ദേശം നൽകുന്നുവെന്ന് മുഖ്യമന്ത്രി. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ കൂട്ടായ ചർച്ചയിലൂടെ പരിഹരിക്കാനാകുമെന്ന് മോഹൻലാൽ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജയിലിന് പുറത്തിറങ്ങി. ഉപാധികളോടെ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് 9 ദിവസത്തിന് ശേഷം കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായത്. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ്, ഇടത് MPമാരും MLAമാരും BJP നേതാക്കളും ജയിലിന് മുമ്പിൽ കന്യാസ്ത്രീകളെ സ്വീകരിക്കുന്നതിനായി ബന്ധുക്കൾക്കും മറ്റ് കന്യാസ്ത്രീകൾക്കുമൊപ്പം നിലയുറപ്പിച്ചിരുന്നു. ഭരണഘടനാ അനുകൂല മുദ്രാവാക്യം മുഴക്കിയാണ് കന്യാസ്ത്രീമാരെ സ്വീകരിച്ചത്. സമീപത്തെ കന്യാസ്ത്രീ മഠത്തിലേക്കാണ് ഇവർ പോകുന്നത്. ഇവിടെയായിരിക്കും ഇനി കന്യാസ്ത്രീമാർ ഉണ്ടാവുക. മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ചാണ് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്. ബിലാസ്പൂർ NIA പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 9 ദിവസത്തിന് ശേഷമാണ് ജയിൽ മോചിതരാകുന്നത്. കസ്റ്റഡിയിൽ വിടേണ്ടതുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് വേണ്ട എന്ന പ്രോസിക്യൂഷന്റെ മറുപടിയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിക്കുന്നതിൽ നിർണായകമായത്. 2 ആൾ ജാമ്യം, ഒപ്പം 50,000 രൂപ കെട്ടിവെക്കുകയും വേണം. പാസ്പോർട്ടും കെട്ടിവെക്കണം. കഴിഞ്ഞ ദിവസം ജാമ്യത്തിനായി ഉന്നയിച്ച വാദങ്ങളെ പ്രോസിക്യൂഷൻ പൂർണ്ണമായി ഖണ്ഡിച്ചിരുന്നില്ല. സാങ്കേതികമായി മാത്രമാണ് സർക്കാർ ജാമ്യാപേക്ഷയെ എതിർത്തത്. കേസ് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം മനുഷ്യക്കടത്ത്, മതപരിവർത്തന കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്നായിരുന്നു കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അമൃതോദാസ് വാദിച്ചത്. 5-ാമത്തെ വയസ്സിൽ മതപരിവർത്തകയാണ് യുവതി. ജോലിക്ക് കൊണ്ടുപോയതിന് പൂർണ്ണമായ രേഖകളുണ്ട്. അതുകൊണ്ട് തന്നെ ചുമത്തിയിരിക്കുന്നത് അടിസ്ഥാനമില്ലാത്ത കുറ്റമാണെന്നാണ് അഭിഭാഷകൻ അമൃതോദാസ് കോടതിയെ ബോധിപ്പിച്ചത്. അസീസി സിസ്റ്റേഴ്സ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ പ്രീതി മേരി എന്നിവരെ ദുർഗിൽ വെച്ചായിരുന്നു മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബജ്രംഗ് ദൾ പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടെ സഭയുടെ ആശുപത്രികളിലേക്കും പള്ളിയിലേക്കും ജോലിക്ക് വേണ്ടി കൊണ്ടുപോവുകയാണെന്നും തിരിച്ചറിയൽ രേഖകളടക്കം തങ്ങളുടെ പക്കലുണ്ടെന്നും ഇവർ പോലീസിനെ അറിയിച്ചുവെങ്കിലും ബജ്രംഗ് ദൾ പ്രവർത്തകർ പ്രതിഷേധം കടുപ്പിക്കുകയായിരുന്നു. പിന്നാലെ റെയിൽവേ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് ലോക്കൽ പോലീസിന് കൈമാറി. 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തത്. അറസ്റ്റിനു പിന്നാലെ വൻതോതിൽ പ്രതിഷേധങ്ങൾ കേരളത്തിലും രാജ്യതലസ്ഥാനത്തും ഉയർന്നിരുന്നു. പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസും CPMും പ്രതിഷേധം ഉയർത്തി. അതേസമയം ജാമ്യം കിട്ടിയാലും FIR റദ്ദാക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് പ്രതിപക്ഷ MPമാർ പ്രതികരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ നന്ദി പറഞ്ഞ് കുടുംബം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നന്ദി അറിയിച്ച് തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് നിയമ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് VD സതീശനും പ്രതികരിച്ചു. ജാമ്യം ലഭിച്ചതറിഞ്ഞതോടെ ദുർഗ് ജയിലിന് മുന്നിൽ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ഇടത് നേതാക്കൾ മധുര വിതരണവും നടത്തി.
കഴിഞ്ഞ 9 ദിവസമായി രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് കന്യാസ്ത്രീകൾക്ക് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത്. ബിലാസ്പൂർ NIA കോടതി ജാമ്യം നൽകിയപ്പോൾ കക്ഷിഭേദമന്യേ എല്ലാ രാഷ്ട്രീയക്കാരും മോചനത്തിന് സഹായിച്ചുവെന്നും കന്യാസ്ത്രീകൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കുറ്റങ്ങൾ റദ്ദാക്കണമെന്നും സിസ്റ്റർമാരുടെ കുടുംബം ആവശ്യപ്പെട്ടു. ജാമ്യം ലഭിച്ചതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് നന്ദി അറിയിച്ചു. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ മേഖലയിൽ നിന്നും പിന്തുണ കിട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനകളൊന്നായ ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം നൽകപ്പെട്ടിട്ടുള്ള മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും അത് ധ്വംസിക്കപ്പെടരുത്. അത് സംരക്ഷിക്കപ്പെടാൻ തീർച്ചയായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടികൾ എടുക്കണം. ജാമ്യം എന്നത് കേസിലെ സ്വാഭാവിക നടപടി മാത്രമാണെന്നും കള്ളക്കേസ് റദ്ദാക്കുകയാണ് വേണ്ടതെന്നും ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. കന്യാസ്ത്രീകളെ തടഞ്ഞുവെക്കുകയും പരസ്യ വിചാരണ നടത്തി ആക്രമിക്കുകയും ചെയ്ത തീവ്ര മതവാദികൾക്കെതിരെ കേസെടുക്കാൻ ഛത്തീസ്ഗഡ് സർക്കാർ തയ്യാറാകണമെന്നും കത്തോലിക്ക ബാവ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ BJP ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ പറഞ്ഞതിൽ പ്രസക്തിയില്ലെന്ന് വ്യക്തമാക്കി. വലിയ കൊലക്കുറ്റം ചെയ്ത ക്രിമിനലുകളെ പോലെയാണ് ഈ കന്യാസ്ത്രീമാരെ കുറിച്ച് ഇവര് പറഞ്ഞ് പരത്തിയിരുന്നത്. അപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം പറയുന്നതിനൊന്നും യാതൊരു പ്രസക്തിയില്ല. ദേശീയ നേതൃത്വം പറയുന്നതിനും ഒരു പ്രസക്തിയില്ല. അവരെല്ലാവരും ഇതിൽ കൂട്ടുനിൽക്കുകയായിരുന്നു. സംഘപരിവാറിന് ബജറംഗ് ദളിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവരുടെ ഗവൺമെന്റിനെ, ഛത്തീസ്ഗഡിലെ ഗവൺമെന്റിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് നടന്നത്. കന്യാസ്ത്രീകളുടെ ജാമ്യം താൽക്കാലിക ആശ്വാസമാണെന്ന് മന്ത്രി P. രാജീവ് പ്രതികരിച്ചു. ഭരണഘടനയ്ക്ക് നിരക്കാത്ത നിയമം നിലനിൽക്കുന്നുവെന്നും മൗലിക അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണിതെന്നും മന്ത്രി പ്രതികരിച്ചു. അങ്കമാലിയിൽ കന്യാസ്ത്രീയുടെ വീട് P. രാജീവ് സന്ദർശിച്ചു. വർഗീയവാദികൾ ഭരണം നടത്തുമ്പോൾ ന്യൂനപക്ഷങ്ങൾ ഏതെല്ലാം തരം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നതിനുള്ള ഉദാഹരണമാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റെന്ന് മന്ത്രി R. ബിന്ദു പ്രതികരിച്ചു. വർഗീയവാദികൾ ഭരണം നടത്തുന്ന സന്ദർഭങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്കും ജാതി ശ്രേണിയിൽ പിന്നിൽ നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കുമെല്ലാം ഏതെല്ലാം വിധത്തിലുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു ദുർഘടാവസ്ഥയിൽ നമ്മുടെ കന്യാസ്ത്രീകളെ കാണേണ്ടതായി വന്നിട്ടുള്ളത്. കന്യാസ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയ ബജറംഗ് ദൾ പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഇക്കാര്യം പാർലമെന്റിൽ ആവശ്യപ്പെടുമെന്നും ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. ജാമ്യം ലഭിച്ചത് അറിഞ്ഞതോടെ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ഇടതു നേതാക്കൾ ദുർഗ് ജയിലിന് മുന്നിൽ മധുരം വിതരണം ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV. കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചതിൽ സന്തോഷമെന്ന് സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ സഹോദരൻ ചെറിയാൻ മാത്യു. ഇങ്ങനെയൊരു ദിവസത്തിനായാണ് കാത്തിരുന്നത്. എല്ലാവരുടെയും ശ്രമം കൊണ്ടാണ് ജാമ്യം ലഭിച്ചത്. എല്ലാവർക്കും ചെറിയാൻ മാത്യു നന്ദി അറിയിച്ചു. സന്തോഷം, അതീവ സന്തോഷം. ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. ആരുടെ നിന്ന് എല്ലാവരും, എല്ലാ പാർട്ടികളും, കേരളത്തിലെ ജനങ്ങളിലും എല്ലാവരുടെയും ഒന്നായ ഇടപെടൽ കൊണ്ട് അവർക്ക് ജാമ്യം കിട്ടി. അത് വീട്ടിലോട്ട് വരാവോ എങ്ങനെയാണെന്ന് അത് സഭ നിശ്ചയിക്കുന്നത് നടത്തി. എല്ലാവർക്കും സന്തോഷം. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ സഹായിച്ചവരോട് നന്ദിയെന്ന് മേജർ ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമിസ് കത്തോലിക്ക ബാവയും പ്രതികരിച്ചു. നമ്മുടെ ഛത്തീസ്ഗഡിലെ തുറുങ്കിലടയ്ക്കപ്പെട്ട 2 സഹോദരിമാർക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ളത് വലിയ സന്തോഷകരമായ വാർത്തയാണ്. അതിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും അവർക്കുമേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം റദ്ദാക്കുന്നതുവരെ നിയമപോരാട്ടം തുടരുമെന്നും ലത്തീൻ കത്തോലിക്ക ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയും പ്രതികരിച്ചു. വളരെ സന്തോഷപ്രദമായ, ആശ്വാസപ്രദമായ വാർത്തയാണ് ഈ സമ്മേളനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ ഞങ്ങളുടെ ആശങ്ക തീരുന്നില്ല. സഹോദരിമാർ തടവറയിൽ നിന്ന് പുറത്ത് ആകുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി അവിടെ മേൽ ആരോപിക്കപ്പെട്ട അന്യായമായ ഗൗരവതരമായ കുറ്റാരോപണങ്ങൾ, അതിൽ നിന്ന് അവരെ വിടുതൽ നൽകുന്നതിനുള്ള എത്രയും വേഗത്തിലുള്ള നടപടികൾ ആരംഭിക്കേണ്ടതുണ്ട്. സിസ്റ്റർ വന്ദനയെയും സിസ്റ്റർ പ്രീതിയെയും വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ജയിലിൽ അടയ്ക്കാൻ കാരണക്കാരായ സമൂഹത്തെ നിലയ്ക്ക് നിർത്തേണ്ട ഉത്തരവാദിത്തം ഭരണത്തിലിരിക്കുന്നവർക്കാണെന്ന് ഓർത്തഡോക്സ് സഭാ മാധ്യമ വിഭാഗം പ്രസിഡന്റ് ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറോസ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സിസ്റ്റർ പ്രീതിയുടെയും സിസ്റ്റർ വന്ദനയുടെയും ജയിൽ ജീവിതം അവസാനിപ്പിച്ചു എന്ന് കേൾക്കുന്നത്
ആശ്വാസകരവും സന്തോഷകരവുമാണ്. മതേതര സമൂഹത്തോട് ചേർന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും അത്യധികം സന്തോഷിക്കുന്നു, ഏവരുടെയും സന്തോഷത്തിൽ പങ്കുചേരുന്നു. മറ്റു വാർത്തകൾ നോക്കാം. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളുടെ ശേഷിപ്പ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകം കണ്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രം നാം സ്വീകരിക്കണം. മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകാൻ നമ്മൾ തയ്യാറാവണം. ഓരോ പൗരനും ഈ ഉത്തരവാദിത്തം ഗൗരവമായി ഏറ്റെടുക്കണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കശ്മീരിലെ കുൽഗാമിൽ വെള്ളിയാഴ്ച രാത്രി മുതൽ സൈന്യവും ഭീകരരും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുന്നു. ഒരു ഭീകരനെ സൈന്യം വധിച്ചു. അഖൽ പ്രദേശത്താണ് സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത്. പ്രദേശത്ത് തീവ്രവാദികളെ കണ്ടതായി നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് സുരക്ഷാ സേന സ്ഥലം വളഞ്ഞ് തിരച്ചിൽ ആരംഭിച്ചത്. റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും എണ്ണ വാങ്ങുമെന്ന് ഇന്ത്യ. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം കേന്ദ്ര സർക്കാർ തള്ളി. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തുന്നു എന്ന റിപ്പോർട്ട് കേൾക്കുന്നുവെന്നും അത് ശരിയാണെങ്കിൽ നല്ല തീരുമാനമാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാമെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% താരിഫ് ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ പ്രതികരണം. Well, I understand India no longer is going to be buying oil from Russia. That's what I heard. I don't know if that's right or not, but എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ദേശീയ താൽപര്യവും വിപണിയും പരിഗണിച്ചായിരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യയുടെയും റഷ്യയുടെയും സമ്പദ് വ്യവസ്ഥകൾ നിർജീവമാണെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് വിശേഷിപ്പിച്ചിരുന്നു. റഷ്യൻ എണ്ണയും ആയുധങ്ങളും വാങ്ങിക്കൂട്ടുന്ന ഇന്ത്യയുടെ നിലപാടിൽ വൈറ്റ് ഹൌസിനും ട്രംപിനും അതൃപ്തിയുണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രതികരിച്ചിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പകരം കുറഞ്ഞ വിലയ്ക്ക് അമേരിക്ക എണ്ണ നൽകാമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും എണ്ണ വാങ്ങുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് അമൃത TV. UAEയുടെ സ്വപ്ന പദ്ധതിയായ എത്തിഹാദ് റെയിൽ സർവീസ് യാഥാർത്ഥ്യമാകുന്നു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പദ്ധതിയുടെ പുരോഗതി നേരിട്ട് വിലയിരുത്തുന്നതിനായി ദുബായിൽ നിന്നും ഹുജൈറ വരെ എത്തിഹാദ് റെയിലിൽ യാത്ര ചെയ്തു. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക എക്സ് പേജിലൂടെ പുറത്തുവിട്ട യാത്രയുടെ ദൃശ്യങ്ങൾ ഇതിനകം സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. UAE നിവാസികളും സന്ദർശകരും കാത്തിരിക്കുന്ന എത്തിഹാദ് റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുകയാണ്. കിഴക്കൻ നഗരമായ ഫുജൈറയെയും പടിഞ്ഞാറൻ പ്രദേശമായ അൽ സിലയെയും ബന്ധിപ്പിക്കുന്ന റെയിൽ നെറ്റ്വർക്ക് UAEയുടെ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് നാഴികക്കല്ലാകുന്ന പദ്ധതിയാകും. 200 കിലോമീറ്റർ വേഗത്തിൽ കുതിക്കുന്ന ട്രെയിനുകൾ രാജ്യത്തെ 11 നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നുണ്ട്. പദ്ധതിയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായിൽ നിന്നും ഫുജൈറ വരെ എത്തിഹാദ് റെയിലിൽ യാത്ര ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങൾ ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഞങ്ങളുടെ ദേശീയ പദ്ധതികളിൽ ഞങ്ങൾ അഭിമാനിക്കുന്നുവെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. തയ്യാബ് ബിൻ മുഹമ്മദ് ബിൻ സായിദിന്റെ നേതൃത്വത്തിലുള്ള ഇത്തിഹാദ് റെയിൽ ടീമിൽ രാജ്യം അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചു. അടുത്ത വർഷം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ഇത്തിഹാദ് റെയിലിൽ 2030 പ്രതിവർഷം 36 ദശലക്ഷം യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തിഹാദ് ട്രെയിൻ സർവീസ് വരുന്നതോടെ അബുദാബി ദുബായ് യാത്രാസമയം 57 മിനിറ്റായി കുറയും. UAEയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും പദ്ധതി ഗുണം ചെയ്യും. ചരക്ക് തീവണ്ടികൾ കൂടി വരുന്നതോടെ റോഡ് ഗതാഗത തിരക്കിനും കുറവുണ്ടാകും. അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റിൽ ലൈസൻസ് ഇല്ലാത്ത ഒരു വനിതാ സലൂണിൽ ഉള്ളിൽ വ്യാജ പ്ലാസ്റ്റിക് സർജനായി പ്രവർത്തിച്ചിരുന്ന ഈജിപ്ഷ്യൻ പൗരൻ അറസ്റ്റിൽ. ഹവലി ഗവർണറേറ്റിലാണ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് വിഭാഗം അഹമ്മദ് അലി എന്നയാളെ പിടികൂടിയത്. ഒരു കാർഷിക കരാർ കമ്പനിയിൽ വെറ്റിനറി ഡോക്ടറായി ജോലി ചെയ്യുന്ന ഇയാൾ ഒരു മെഡിക്കൽ ലൈസൻസും ഇല്ലാതെ സൗന്ദര്യവർദ്ധക സർജനായി ചമഞ്ഞ് ഒരു സലൂണിനെ അനധികൃത ക്ലിനിക്കായി മാറ്റി പ്രവർത്തിക്കുകയായിരുന്നു. സുരക്ഷാ സേനകൾ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തുകയും സംഭവസ്ഥലത്തു നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വൈദ്യപരമായ യോഗ്യതകളോ മെഡിക്കൽ ലൈസൻസോ ഇല്ലാതെ ഒരു സെഷൻ 50 കുവൈറ്റ് ദിനാർ വീതം ഈടാക്കി കോസ്മെറ്റിക് ഫില്ലറുകൾ കുത്തിവച്ചിരുന്നതായി ഇയാൾ സമ്മതിച്ചതായും അധികൃതർ അറിയിച്ചു.
പ്രവാസി ഗാർഹിക പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ആരംഭിച്ച റൈസ് എന്ന പേരിലുള്ള ഗാർഹിക തർക്ക പരിഹാര സെല്ലിന്റെ ആദ്യ സെഷൻ ഇന്ന് നടന്നു. 14ഓളം കുടുംബങ്ങൾ ഇടപെടൽ തേടിയെത്തിയെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അറിയിച്ചു. 6 സൈക്കോളജിസ്റ്റുകൾ കുടുംബങ്ങളുമായി സംസാരിച്ചു. നിയമപരമായ ഇടപെടൽ ആവശ്യമുള്ള കേസുകൾ അധികൃതർക്ക് കൈമാറുമെന്ന് പ്രസിഡന്റ് നിസാർ തലങ്കര അറിയിച്ചു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് അടുത്തിടെ മലയാളി പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു സംവിധാനം ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ആരംഭിച്ചത്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള അനധികൃത യാത്രയ്ക്കായി വ്യാജരേഖകൾ നിർമ്മിച്ച സംഘത്തെ കുവൈറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി. ആഭ്യന്തരമന്ത്രി ഷേഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സുബാഹ് പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ നടപടികൾ ശക്തമാക്കപ്പെട്ടത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കുള്ള ഷെങ്കൻ വിസയും മറ്റ് യാത്രാരേഖകളും വ്യാജമായി ഉണ്ടാക്കി വിതരണം ചെയ്യുകയായിരുന്നു ഈ സംഘം. ഇവർ കുവൈറ്റ് സർക്കാരിന്റെ ഔദ്യോഗിക രേഖകളെ പകർത്തുകയും അഭയം തേടുന്നവരായോ മറ്റ് വഴികളിലൂടെ യൂറോപ്പിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരായോ വ്യക്തികളെ ലക്ഷ്യമാക്കി നിയമവിരുദ്ധമായി സന്ദർശന വിസകളും മറ്റും നിർമ്മിക്കുകയായിരുന്നു. ജിദ്ദ മലപ്പുറം ജില്ലാ KMCC ഭാഷാ സമര അനുസ്മരണവും വിശദമായ വിശകലനവും സംഘടിപ്പിച്ചു. ഷറഫിയ ലക്കി ദർബാർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഭാഷാ സമര ചരിത്ര പശ്ചാത്തല വീഡിയോ അവതരിപ്പിച്ച് തുടക്കം കുറിച്ച പരിപാടി മലപ്പുറം ജില്ലാ KMCC പ്രസിഡന്റ് ഇസ്മായിൽ മുണ്ടുപറമ്പ് അധ്യക്ഷത വഹിച്ചു. സൗദി KMCC വൈസ് പ്രസിഡന്റ് നിസാം അമ്പാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി റാണി ഇസാഖ് ആമുഖ പ്രഭാഷണം നടത്തി. പരിപാടിയിൽ അസ്രഫ് മുല്ലപ്പള്ളി മോഡറേറ്ററായി ഭാഷാ സമരാനുസ്മരണ ടേബിൾ ടോക്കും സംഘടിപ്പിച്ചു. ജിദ്ദ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അബൂബക്കർ അരിമ്പ്ര, സൗദി KMCC മുൻ ജനറൽ സെക്രട്ടറി TMA റൌഫ്, നാഷണൽ കമ്മിറ്റി സെക്രട്ടറി നാസർ വെളിയങ്കോട്ട്, സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി നാസർ മച്ചിങ്ങൽ എന്നിവർ സംസാരിച്ചു. കേരള രാഷ്ട്രീയത്തിലും സാമൂഹിക മണ്ഡലത്തിലും മറ്റേത് സമരത്തെക്കാളും മുന്നേറ്റത്തെക്കാളും പ്രാധാന്യമുള്ള സമരമാണ് യൂത്ത് ലീഗ് നടത്തിയ ഭാഷാ സമരമെന്ന് സംസാരിച്ചവർ പറഞ്ഞു. CV മഹ്മൂദ്, അബുട്ടിപ്പള്ളത്ത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സുൽഫിഖ് റദായ്, അമൃത ന്യൂസ്, ജിദ്ദ. UAE-യിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിന് തുടക്കമായി. 1 ലക്ഷം ദിർഹത്തിന്റെ സ്കോളർഷിപ്പ് അടക്കം മെഗാ ഓഫറുകളാണ് ഇത്തവണ ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിനിലുള്ളത്. സ്കൂൾ ബാഗുകൾ, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, ടാബ്, ഗാഡ്ജറ്റുകൾ തുടങ്ങിയവയുടെ ഏറ്റവും മികച്ച ശേഖരണമാണ് ക്യാമ്പയിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. 100 ദിർഹത്തിനോ മുകളിലോ ഷോപ്പ് ചെയ്യുന്നവരിൽ നിന്ന് 10 പേർക്ക് 10,000 ദിർഹം വീതം സ്കോളർഷിപ്പ് ലഭിക്കും. 48 ലുലു ഹൈപ്പർ മാർക്കറ്റ് ബ്രാഞ്ചുകളിലടക്കം 53 കേന്ദ്രങ്ങളിൽ നിന്ന് സ്കൂൾ യൂണിഫോം വാങ്ങാനാകും. കിൻഡർ ഗാർഡൻ മുതൽ 12ാം ക്ലാസ് വരെയുള്ള യൂണിഫോമുകളാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. യൂണിഫോം റീസൈക്ലിംഗ് പോയിന്റുകളും ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഒരുക്കിയിട്ടുണ്ട്. രക്ഷിതാക്കൾക്കോ വിദ്യാർത്ഥികൾക്കോ ലുലു സ്റ്റോറുകളിലെ ഈ പോയിന്റുകളിൽ പഴയ യൂണിഫോം നിക്ഷേപിക്കാം. റീസൈക്ലിംഗ് പ്രോസസ്സിലൂടെ അർഹരായവരുടെ കൈകളിലേക്ക് ഈ സഹായം എത്തിച്ചേരും. കുവൈറ്റ് പൗരത്വം നേടിയ പ്രശസ്ത സൗദി കവിക്ക് കുവൈറ്റ് ക്രിമിനൽ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. 1995-ൽ 34 വയസ്സുണ്ടായിരുന്ന പ്രതി സൗദി പൗരത്വം ഉപേക്ഷിച്ച് മരണമടഞ്ഞ ഒരു കുവൈറ്റ് പൗരന്റെ അനന്തരാവകാശിയാണെന്ന് വ്യാജരേഖകളിലൂടെ വരുത്തി തീർക്കുകയായിരുന്നു. ഇതിനായി ഇയാൾ പേര് മാറ്റുകയും 1972-ൽ ജനിച്ചതായി കാണിക്കുന്ന വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ അന്വേഷണത്തിൽ ഇയാളുടെ യഥാർത്ഥ ജനന തീയതി 1961 തെളിഞ്ഞു. പൊതുഫണ്ടിൽ നിന്ന് 1.79 മില്യൺ കുവൈറ്റ് ദിനാർ തട്ടിയെടുത്തതിനും ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ഈ തട്ടിപ്പിനെ തുടർന്ന് ഇയാളുടെ 27 മക്കളുടെ കുവൈറ്റ് പൗരത്വം കോടതി റദ്ദാക്കി. സൗദിയിൽ ഗാർഹിക തൊഴിലാളി സേവനങ്ങളെക്കുറിച്ചുള്ള പരസ്യങ്ങളിൽ വിദേശ തൊഴിലാളികളുടെ ഫോട്ടോകളും വീഡിയോകളും ഉപയോഗിക്കുന്നത് സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വിലക്കുന്നു. ഇത്തരം പരസ്യങ്ങളിൽ പാലിക്കേണ്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും മന്ത്രാലയം നിർദ്ദേശിച്ചു. വിദേശ തൊഴിലാളികളുടെയും ഗാർഹിക തൊഴിലാളികളുടെയും അന്തസ്സിനെ ഹനിക്കുന്ന ഏതെങ്കിലും പദങ്ങളോ വാക്യങ്ങളോ പരസ്യത്തിൽ ഉണ്ടാകരുത് എന്നതാണ് വ്യവസ്ഥകളിൽ ഏറ്റവും പ്രധാനം. മറ്റു വാർത്തകൾ നോക്കാം. പ്രശസ്ത സാഹിത്യകാരൻ പ്രൊഫസർ MK സാനു അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. 98 വയസ്സായിരുന്നു. നാളെ രാവിലെ 8 മണിക്ക് വസതിയിൽ പൊതുദർശനമുണ്ടാകും. മലയാള സാഹിത്യരംഗത്തെ അതുല്യ പ്രതിഭയാണ് വിടവാങ്ങിയത്. അധ്യാപകൻ, വാഗ്മി, എഴുത്തുകാരൻ, ചിന്തകൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായിരുന്നു പ്രൊഫസർ MK സാനു.
കഴിഞ്ഞ 25-ന് ഇടുപ്പലിനു പരിക്കേറ്റാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ശ്വാസതടസ്സത്തെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ട് 5:35-നായിരുന്നു അന്ത്യം. രാത്രി 8 മണി മുതൽ അമൃത ആശുപത്രിയിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, വ്യവസായ മന്ത്രി പി രാജീവ്, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ഹൈബീഡൻ MP തുടങ്ങി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അമൃത ആശുപത്രിയിലെത്തി സാനു മാസ്റ്റർക്ക് അന്തിമോപചാരം അർപ്പിച്ചു. ഭൗതിക ശരീരം നാളെ രാവിലെ 8-ന് അദ്ദേഹത്തിന്റെ വീടായ കൊച്ചി കാരിക്കാമുറി സന്ധ്യയിലെത്തിക്കും. രാവിലെ 10 മണി മുതൽ എറണാകുളം ടൗൺ ഹാളിലും ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 5-ന് രവിപുരം ശ്മശാനത്തിലാണ് സംസ്കാരം. അമൃത ന്യൂസ്, കൊച്ചി. എഴുത്തുകാരനും അധ്യാപകനും പ്രഭാഷകനും സാഹിത്യ നിരൂപകനുമായി മലയാള സാഹിത്യ നഭസിൽ 8 പതിറ്റാണ്ടായി ചേർന്ന് നിന്ന പേരാണ് പ്രൊഫസർ MK സാനുവിൻ്റേത്. 1928 ഒക്ടോബർ 27-ന് ആലപ്പുഴ തുമ്പോളിയിൽ മംഗലത്ത് തറവാട്ടിലെ MC കേശവൻ KP ഭവാനി ദമ്പതികളുടെ മകനായാണ് അദ്ദേഹം ജനിച്ചത്. അധ്യാപകൻ, നിരൂപകൻ, സാമൂഹിക ചിന്തകൻ, പത്രാധിപർ, പൊതുപ്രവർത്തകൻ, പ്രഭാഷകൻ എന്നിങ്ങനെ ബഹുതലങ്ങളിൽ അദ്ദേഹം തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചു. മലയാളത്തെ തൊട്ടറിഞ്ഞ എഴുത്തിലൂടെ, ആഴമുള്ള പഠനങ്ങളിലൂടെ, ചിന്തോദ്ദീപകമായ പ്രഭാഷണങ്ങളിലൂടെ മലയാളി മനസ്സുകളിൽ പ്രകാശമായി നിന്ന 98 വർഷങ്ങൾ. 1928 ഒക്ടോബർ 27-ന് ആലപ്പുഴ തുമ്പോളിയിൽ സമ്പന്ന കുടുംബത്തിലായിരുന്നു MK സാനുവിൻ്റെ ജനനം. നവോത്ഥാന മുന്നേറ്റത്തിനൊപ്പം അണിചേർന്ന ജീവിതമായിരുന്നു സാനുമാഷിൻ്റേത്. കുട്ടിക്കാലത്ത് അച്ഛൻ സമ്മാനിച്ച ടോൾസ്റ്റോയുടെ കഥാസമാഹാരത്തിൽ നിന്ന് ഒരു മനുഷ്യന് എത്ര ഭൂമി വേണം എന്ന തലക്കെട്ടിൽ കഥ പരിഭാഷപ്പെടുത്തി സ്കൂളിലെ കയ്യെഴുത്ത് മാസികയിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് MK സാനു സാഹിത്യ ജീവിതത്തിന് തുടക്കമിട്ടത്. ഇന്റർമീഡിയറ്റ് പാസ്സായപ്പോൾ ആധ്യാത്മികതയിലേക്ക് വഴിതിരിഞ്ഞ MK സാനുവിനെ അധ്യാപനത്തിലേക്ക് വഴിതിരിച്ചുവിട്ടത് ആലപ്പുഴ സന്മാർഗ ദീപിക ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഹെഡ്മാസ്റ്റർ ആയിരുന്ന KK പത്മനാഭൻ നായർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അധ്യാപന ജോലി ഏറ്റെടുത്തത്. പ്രസംഗകലയിൽ തനത് ശൈലിക്ക് ഉടമയാണ് സാനുമാഷ്. CP രാമസ്വാമി അയ്യരുടെ തിരുവിതാംകൂർ വാദം ശക്തിപ്പെട്ടപ്പോൾ അതിനെതിരെ പ്രതികരിച്ചാണ് MK സാനു ആദ്യമായി പ്രസംഗവേദിയിലെത്തുന്നത്. ആലപ്പുഴ ST കോളേജിൽ പഠിക്കുമ്പോൾ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ ശക്തി കേന്ദ്രത്തിൽ അവരുടെ പാനലിനെതിരെ MK സാനുവിൻ്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര പാനലിൽ ചെയർമാനായി മത്സരിച്ച് വിജയിച്ച ചരിത്രവും MK സാനുവിനുണ്ട്. വിദ്യാർത്ഥികളെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയ അധ്യാപകൻ, സാഹിത്യ സൃഷ്ടികളുടെ അകവും പുറവും കൃത്യമായി വിശകലനം ചെയ്യുന്ന നിരൂപകൻ, സാഹിത്യകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിലെല്ലാം സാനുമാഷ് വ്യക്തിമുദ്ര പതിപ്പിച്ചു. കൊല്ലം SN കോളേജ്, എറണാകുളം മഹാരാജാസ് കോളേജ്, തലശ്ശേരി ബ്രണ്ണൻ കോളേജ്, നാട്ടകം ഗവൺമെൻറ് കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി പ്രവർത്തിച്ചു. 1983-ൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ചെങ്കിലും അവസാന ശ്വാസം വരെ അതൊരു നിയോഗമായി കണ്ട് പ്രവർത്തിച്ചു. ശ്രീനാരായണ ഗുരു, സഹോദരൻ അയ്യപ്പൻ, കുമാരനാശാൻ, ഡോക്ടർ P പൽപ്പു, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, വൈക്കം മുഹമ്മദ് ബഷീർ, വൈലോപ്പിള്ളി, P കേശവദേവ്, KSD ബാലകൃഷ്ണപിള്ള തുടങ്ങിയ മഹാരഥന്മാരുൾപ്പെടെ മലയാളത്തിൽ ഏറ്റവുമധികം ജീവചരിത്ര ഗ്രന്ഥങ്ങൾ രചിച്ചതും സാനുമാഷാണ്. മണ്ണിന് മണ്ണിൻ്റെ ഗുണം, രാജവീഥി, എൻ്റെ വഴിയമ്പലങ്ങൾ, എഴുത്തിൻ്റെ നാനാർത്ഥങ്ങൾ, തുറന്ന ജാലകം, അനുഭവങ്ങൾ, പ്രത്യാശകൾ തുടങ്ങി 60-ലധികം പുസ്തകങ്ങൾ, 100 കണക്കിന് ലേഖനങ്ങൾ. വയലാർ അവാർഡ്, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, എഴുത്തച്ഛൻ പുരസ്കാരം, അബുദാബി അവാർഡ്, PK പരമേശ്വരൻ നായർ സ്മാരക പുരസ്കാരം, പത്മപ്രഭ പുരസ്കാരം, ആശാൻ പുരസ്കാരം എന്നിവയും സാനുമാഷിനെ തേടിയെത്തി. 1987-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്ന എറണാകുളത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നിന്ന് സാനുമാഷ് മത്സരിച്ചു വിജയിച്ചു. കോൺഗ്രസ് നേതാവ് AL ജേക്കബിനെ 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് MK സാനുമാഷ് പരാജയപ്പെടുത്തിയത്. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിലും മത്സരിക്കുവാൻ LDF നേതൃത്വം പറഞ്ഞെങ്കിലും തനിക്ക് സംഭാവന ചെയ്യുവാൻ കഴിയുന്നത് എഴുത്തിലും പ്രസംഗത്തിലും മാത്രമാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞുമാറുകയായിരുന്നു. പരേതയായ N രത്നമ്മയാണ് ഭാര്യ. MS രഞ്ജിത്ത്, MS രേഖ, ഡോക്ടർ MS ഗീത, MS സീത, ഹാരിസ് എന്നിവർ മക്കളാണ്. അമൃത ന്യൂസ്, കൊച്ചി. സിനിമാ നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസിന് വിട. വൈകിട്ട് 6 മണിയോടെ ആലുവ സെൻട്രൽ മസ്ജിദിലായിരുന്നു ഖബറടക്കം. കണ്ണീരോടെ സിനിമാ ലോകവും ബന്ധുക്കളും നവാസിന് വിട നൽകി. പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹോട്ടലിൽ താമസിച്ചു വരികയായിരുന്നു നവാസ്. ഹൃദയാഘാതം മൂലമാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംസ്ഥാന സിനിമാ നയം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി സിനിമാ കോൺക്ലേവിന് തലസ്ഥാനത്ത് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മോഹൻലാൽ, സുഹാസിനി, വെട്രിമാരൻ, റസൂൽ പൂക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സിനിമയിലെ അമിതമായ വയലൻസ് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരള സ്റ്റോറിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചതിനെയും വേദിയിൽ മുഖ്യമന്ത്രി വിമർശിച്ചു. കൂട്ടായ ചർച്ചകളിലൂടെ മലയാള സിനിമാ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് മോഹൻലാലും ചൂണ്ടിക്കാട്ടി.
വനിതാ ചെസ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ താരം ദിവ്യ ദേശ്മുഖിന് ജന്മനാടിന്റെ ആദരം. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടന്ന അനുമോദന ചടങ്ങിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ദിവ്യയ്ക്ക് 3 കോടി രൂപ പാരിതോഷികം കൈമാറി. ഇത് നാഗ്പൂരിനോ മഹാരാഷ്ട്രയ്ക്കോ മാത്രമല്ല, രാജ്യത്തിന് മുഴുവൻ അഭിമാനിക്കാവുന്ന നിമിഷമാണെന്ന് ഫട്നാവിസ് കൂട്ടിച്ചേർത്തു. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.